ഹലോ മക്കളെ, ഇതാ നാളെ നമ്മുടെ അവസാന പരീക്ഷയായ ബയോളജിയാണ് വരാൻ പോകുന്നത്. ബോട്ടണിയും സുവോളജിയും നന്നായിട്ട് തന്നെ പഠിച്ച് നമുക്ക് എഴുതേണ്ടതുണ്ട്. ഇന്നത്തെ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും വളരെ മടിയായിരിക്കും. അവസാന പരീക്ഷയും കൂടെ ഉള്ളൂ, എങ്ങനെ ഇതുകൂടെ പഠിക്കുമെന്നാണ്. പക്ഷെ മക്കളെ, ഈ ഒരു ദിവസം കൂടെ നിങ്ങൾ ബാക്കി വെക്കുക. നല്ലോണം തന്നെ പഠിച്ച് നമുക്ക് ബയോളജി ഈസി ആയിട്ട് ഫുൾ മാർക്ക് തന്നെ മേടിക്കാൻ പറ്റും. അപ്പോൾ A+ നിർണ്ണയിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 ചാപ്റ്ററാണ് സെൽ, അതുപോലെ തന്നെ സെൽ സൈക്കിൾ എന്ന് പറയുന്നത് അല്ലേ. സെൽ ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ആൻഡ് സെൽ സൈക്കിൾ. ഈ 2 ചാപ്റ്ററിൽ നിങ്ങളെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചോദ്യങ്ങൾ പഠിച്ചാൽ ഈ 2 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ സെറ്റാക്കും. അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഒബ്സർവ് ദ ഫിഗർ ഓഫ് ക്രോമസോം ഗിവൺ ബിലോ. ഐഡന്റിഫൈ ടൈപ്പ് ഓഫ് ക്രോമസോം ലേബിൾഡ് as A and B. മക്കളെ, A എന്ന് പറയുന്ന ക്രോമസോം, B എന്ന് പറയുന്ന ക്രോമസോം ഏത്? A എന്ന് പറയുന്ന ക്രോമസോമാണ് മെറ്റാസെൻട്രിക് ക്രോമസോം. ഏതാണ്? മെറ്റാസെൻട്രിക് ക്രോമസോം എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് ഏതാണ്? അക്രോസെൻട്രിക് ക്രോമസോമാണ്. അക്രോസെൻട്രിക് ക്രോമസോമാണ്. ഇനി നെയിം ദ ക്രോമസോം വിച്ച് ഹാസ് ടെർമിനൽ സെൻട്രോമിയർ. അറ്റത്ത് സെൻട്രോമിയർ ആയിട്ടുള്ള ക്രോമസോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടീലോസെൻട്രിക് ക്രോമസോം എന്ന് പറയുന്നത്. ടീലോസെൻട്രിക് ക്രോമസോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഡയഗ്രാം തന്നാൽ ഐഡന്റിഫൈ ചെയ്യാൻ എന്തായാലും പഠിച്ചു വെക്കുക. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഇൻ ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ വിച്ച് ഓർഗനൽ പോസസ് ഹൈഡ്രോലൈറ്റിക് എൻസൈംസ്. മക്കൾ, ഇവിടെ പറയുന്നത് എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ ആരൊക്കെ വരുന്നു എന്നാണ്. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം വരും, അതുപോലെ തന്നെ ഗോൾജി ബോഡീസ് വരും, ലൈസോസോം വരും, വാക്യൂൾ വരും അല്ലെ. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോം, വാക്യൂൾ, ഇവരാണ് എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ വരുന്ന സെൽ ഓർഗനൽ. അപ്പോൾ ഇതിൽ അടുത്ത ചോദ്യം എന്താ? ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ഉള്ളത് ഏതാണെന്നാണ്. ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് നമ്മൾ കാണുന്നത് ഇവിടെയാണ്, നമ്മുടെ ലൈസോസോമിലാണ്. ലൈസോസോംസിലാണ് ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ഉള്ളത്. എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയലൊക്കെ വന്നാൽ അതിനെ നശിപ്പിച്ച് കളയാനൊക്കെ ആരാണ് റോൾ ഉള്ളത്? ലൈസോസൈംസുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓർഗനൽ വിച്ച് ആർ ഇൻക്ലൂഡഡ് ഇൻ എൻഡോ മെംബ്രെയിൻ സിസ്റ്റം. വീണ്ടും അതേ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വന്നതാണ്. വൈ ദീസ് ഓർഗനൽസ് ആർ കോൾഡ് എൻഡോ മെംബ്രെയിൻ സിസ്റ്റം. ഏതൊക്കെയാണ്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾജി അപ്പാരറ്റസ്, ലൈസോസോം ആൻഡ് വാക്യൂലാണ്. ഇവരെ എന്തുകൊണ്ടാണ് എൻഡോ മെംബ്രെയിൻ സിസ്റ്റം എന്ന് പറയാനുള്ള കാരണം? ബിക്കോസ് ദെയർ ഫങ്ഷൻസ് ആർ കോർഡിനേറ്റഡ്. ഇവരിലെ എല്ലാ ഫങ്ഷൻസും വളരെ കോർഡിനേറ്റഡ് ആയിട്ടാണ് ആക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒരു എൻഡോ മെംബ്രെയിൻ സിസ്റ്റം എന്ന് ഈ 4 ഓർഗനൽസിനെ പറയുന്നത്. സ്പെഷ്യൽ മെംബ്രെയിൻ സ്ട്രക്ചർ ഫോംഡ് ബൈ ദ മെംബ്രെയിൻ എക്സ്റ്റൻഷൻ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഇൻ ടു പ്രോകാരിയോട്ടിക് സെൽ. റൈറ്റ് ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മീസോസോം. റൈറ്റ് വൺ ഫംഗ്ഷൻ ഓഫ് മീസോസോം. ഇവിടെ പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെ, പ്രോകാരിയോട്ടിൽ നമുക്ക് കാണാൻ കഴിയും. പ്ലാസ്മ മെംബ്രെയിനിൽ ഇൻവേർഡ് ആയിട്ടുള്ള ഫോൾഡിങ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഇൻവേർഡ് ഫോൾഡിങ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മീസോസോം എന്ന് പറയുന്നത്. ഈ മീസോസോമിൻ്റെ പ്രത്യേകത എന്താണ്? ഡിഫറെൻറ്റ് ഫോംസ് എന്താണ്? അവരുടെ ഫങ്ഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. മീസോസോംസ് എന്ന് പറയുന്നത് നമുക്ക് വെസിക്കിളായിട്ട് കാണാം, ട്യൂബ്യൂൾസ് ആയിട്ട് കാണാം, ലാമെല്ല ആയിട്ട് കാണാം. അതുമാത്രമല്ല, ഇവരുടെ ഫംഗ്ഷൻ എന്താ? ഒന്ന്, സെൽ വോൾ ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്നു. DNA റെപ്ലിക്കേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡോട്ടർ സെൽസിനെ ഹെൽപ്പ് ചെയ്യുന്നു. റെസ്പിറേഷൻ, സെക്രീഷൻ, അതുപോലെ ഇൻക്രീസ് സർഫസ് ഏരിയ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ്റെ സർഫസ് ഏരിയ കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നു. സോ ഇത്രയും കാര്യങ്ങളുടെ റോൾ ഉണ്ട് ഇത് നമ്മുടെ മീസോസോമിന്. സോ ഫംഗ്ഷൻ എന്തായാലും പഠിച്ചു വെക്കണം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മീസോസോം. ഓക്കെ, അപ്പോൾ പല രീതിയിൽ കാണാം. വെസിക്കിളായിട്ടും ട്യൂബ്യൂളായിട്ടും ലാമെല്ലൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് കാണാൻ കഴിയുന്നതാണ്. അടുത്ത് നോക്കിക്കേ, ഐഡന്റിഫൈ ദ ഓർഗനൽ ആൻഡ് മാർക്ക് ദ പാർട്ട് ലേബിൾഡ് as ABCD. ABCD എന്ന് ലേബൽ ചെയ്തിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം മൈറ്റോകോൺട്രിയ തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നതാണ് ഇന്നർ മെംബ്രെയിൻ അല്ലേ. എ എന്ന് പറയുന്നത് ഇന്നർ മെംബ്രെയിൻ ആണ്. ബി എന്ന് പറയുന്നതോ? ബി എന്ന് പറയുന്നത് എന്താണ്? യെസ്, മെട്രിക്സ് ആണ്. ബി എന്ന് പറയുന്നത് മെട്രിക്സ് ആണ്. സി എന്ന് പറയുന്നത് ഇന്റർ മെംബ്രെയിനൽ സ്പേസ് ആണ്. ഇന്റർ മെംബ്രെയിൻ സ്പേസ് ആണ്, 2 മെംബ്രെയിൻ്റെ ഇടയിലുള്ള സ്പേസ് ആണ്. ആൻഡ് ഡി എന്ന് പറയുന്നതോ നമ്മുടെ ക്രിസ്റ്റയാണ്. ഡി എന്ന് പറയുന്നത് ക്രിസ്റ്റയാണ്. ഇതുപോലെ ഓരോന്ന് ലേബൽ ചെയ്യാൻ ചോദിക്കും. അത് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ പഠിച്ചു വെക്കാം. ഇനി മാച്ച് ദ ഫോളോയിങ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നോക്കിക്കേ, ക്ലോറോപ്ലാസ്റ്റ് തന്നിട്ടുണ്ട്, കണ്ടെയ്ൻസ് ക്ലോറോഫിൽ. അമൈലോപ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? സ്റ്റോർ ഓഫ് കാർബോഹൈഡ്രേറ്റ്. ക്രോമോപ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? ക്രോമോപ്ലാസ്റ്റ് കണ്ടെയ്ൻ കരോട്ടിനോയിഡ്സ്. എലയോപ്ലാസ്റ്റ് സ്റ്റോർ ഓയിൽസ് ആൻഡ് ഫാറ്റ്. അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിഡുകൾ വ്യത്യസ്ത തരം പഠിക്കുന്നുണ്ട്. ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. ല്യൂക്കോപ്ലാസ്റ്റിൽ തന്നെ അമൈലോപ്ലാസ്റ്റ് ഉണ്ട്, അലൂറോപ്ലാസ്റ്റ് ഉണ്ട്, ഇലയോപ്ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഫങ്ഷൻസ് ആയിട്ടായിരിക്കും ചോദിക്കുക. ഒന്നെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട്, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട്. ഈ ഒരു ടേബിൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കാം. ദെൻ
ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫോളോയിങ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്താണ് ഇവരുടെ ഡിഫറൻസ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണ്? റൈബോസോംസ് ബെയർ ചെയ്യുന്നുണ്ട് ഓൺ ദിയർ സർഫസ് കോൾഡ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇറ്റ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് സെക്രീഷൻ. അല്ലെ, പ്രോട്ടീൻ സിന്തസിസിലും അതുപോലെ സെക്രീഷനിലും പ്രധാന റോള് വഹിക്കുന്നതാണ് എന്ത്? നമ്മുടെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്നാൽ സ്മൂത്തിലോ അവിടെ എന്തുണ്ടാവില്ല? റൈബോസോം നമുക്ക് കാണാൻ പറ്റത്തില്ല. ആൻഡ് ദ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് മേജർ സൈറ്റ് ഫോർ സിന്തസിസ് ഓഫ് ലിപ്പിഡ് ആൻഡ് ലിപ്പിഡ് ലൈക്ക് സ്റ്റിറോയിഡൽ ഹോർമോൺ. ലിപ്പിഡ് പ്രൊഡക്ഷനും അതുപോലെ ലിപ്പിഡ് ലൈക്ക് സിന്തസൈസ് സ്റ്റിറോയിഡ്സ് പ്രൊഡക്ഷൻ ചെയ്യാൻ റോളുള്ളതാണ് ആര്? നമ്മുടെ ഈ ഒരു സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. രണ്ടിൻ്റെയും ഡിഫറൻസ് മനസ്സിലാക്കുക. വീണ്ടും ഇതേപോലെ ക്രോമസോമിന്റെ ഡയഗ്രം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ക്രോമസോം ബേസ്ഡ് ഓൺ പൊസിഷൻ ഓഫ് സെൻട്രോമിയർ. വാട്ട് ഈസ് സാറ്റലൈറ്റ്? തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? ഇതാ തന്നിട്ടുണ്ട്. മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, അക്രോസെൻട്രിക്, ടീലോസെൻട്രിക് ആണ്. സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ഫ്രാഗ്മെന്റ് ഓഫ് ക്രോമസോം ഫൗണ്ട് ബിയോണ്ട് സെക്കൻഡറി കൺസ്ട്രക്ഷൻ ഇൻ സം ക്രോമസോം. ചില ക്രോമസോമിൽ സെക്കൻഡറി കൺസ്ട്രക്ഷൻ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സ്മോൾ ഫ്രാഗ്മെന്റിനെയാണ് നമ്മൾ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അത് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരു ടേം പഠിച്ചു വെക്കണം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. Then leucoplasts are classified into 3 types based on stored food. Which are they? Write the name of stored food present in them. 3 ടൈപ്പ് ല്യൂക്കോപ്ലാസ്റ്റുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഏതൊക്കെയാണ്? അല്യൂറോപ്ലാസ്റ്റ് ഉണ്ട്, അമൈലോപ്ലാസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ എലയോപ്ലാസ്റ്റ് ഉണ്ട്. ഇതിൽ അല്യൂലോപ്ലാസ്റ്റിൽ സ്റ്റോർ ചെയ്യുന്നത് പ്രോട്ടീനാണ്. അമൈലോപ്ലാസ്റ്റിൽ സ്റ്റോർ ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റുകളാണ്. ഇലയോപ്ലാസ്റ്റിൽ സ്റ്റോർ ചെയ്യുന്നത് ഫാറ്റ് ആൻഡ് ഓയിൽസ് ആണ്. കണ്ടല്ലോ, അപ്പം ഇതുപോലെയാണ് ഓരോന്നിൻ്റെയും സ്റ്റോറേജ് വരുന്നത്. അപ്പം അത് മനസ്സിലാക്കി വെക്കാം. ഇനി സെൽ സൈക്കിളിലേക്ക് നമ്മൾ വരികയാണ്. സെൽ സൈക്കിളിലും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം തന്നെ ഫേസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഐഡൻറ്റിഫൈ ദ സ്റ്റേജ്, റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ദി സ്റ്റേജ്. മക്കളെ ഇവിടെ നോക്കുക, അനാഫേസ് ആണ് ഈ നടക്കുന്നത്. അവിടെ ക്രോമസോം എന്ത് ചെയ്യാണ്? ഓപ്പോസിറ്റ് പോളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുപോവാണ് അല്ലേ. അതിനെയാണ് നമ്മൾ അനാഫേസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഫീച്ചർ എന്താണ്? സെൻട്രോമിയർ സ്പ്ലിറ്റ് ആൻഡ് ക്രൊമാറ്റിഡ് സെപ്പറേറ്റ്. സെൻട്രോമിയർ സ്പ്ലിറ്റ് ആയിട്ട് ക്രൊമാറ്റിഡ് എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്ത് പോകുന്നു. ക്രൊമാറ്റിഡ് മൂവ് ടു ഓപ്പോസിറ്റ് പോൾ. ഓപ്പോസിറ്റ് പോളിലേക്ക് ക്രൊമാറ്റിഡ്സ് മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അടുത്തത്, വാട്ട് ഈസ് സിനാപ്സിസ്? ഇൻ വിച്ച് സബ്സ്റ്റേജ് ഓഫ് പ്രോഫേസ് 1 ഡസ് ഇറ്റ് ഒക്വർ? സിനാപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം ആണ് അല്ലേ. ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിൽ പെയർ ചെയ്യുന്നത് സിനാപ്സിസ് സ്റ്റേജിലാണ്. സൈഗോട്ടിൻ സ്റ്റേജിലാണ് നമ്മൾ ഈ ഒരു സ്റ്റേജ് കാണുന്നത്. വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ലെപ്റ്റോട്ടിൻ ഉണ്ട്, സൈഗോട്ടിൻ ഉണ്ട്, പാക്കറ്റിൻ ഉണ്ട്, ഡിപ്ലോട്ടിൻ ഉണ്ട്, ഡയാകൈനസിസ് ഉണ്ട്. സൈഗോട്ടിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താ ഇവിടെ നടക്കുന്നതെന്ന്. ലെപ്റ്റോട്ടിൽ എന്താ നടക്കുന്നത്? ക്രോമസോം ബിക്കം ഗ്രാജുവലി വിസിബിൾ അല്ലേ. ഈ ഫേസ് കഴിഞ്ഞ് ക്രോമസോംസിനെ വിസിബിൾ ആവുന്ന സ്റ്റേജ് ആണെന്ത് നമ്മൾ കാണുന്ന ലെപ്റ്റോട്ടിൻ. സൈഗോട്ടിനിലാണ് ദ പെയറിംഗ് ഓഫ് ക്രോമസോം നടക്കുന്നത്. ഫോർമേഷൻ ഓഫ് കിയാസ്മ നടക്കുന്നതാണ് ഡിപ്ലോട്ടീനിൽ. അതുപോലെ ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോമൽ കോംപ്ലക്സ്. അപ്പോൾ ഫോർമേഷൻ ഓഫ് കിയാസ്മേറ്റ് ആണെന്ത് നമ്മൾ പറയുന്ന ഡിപ്ലോട്ടീൻ. ഡയാകൈനസിസിലോ ടെർമിനലൈസേഷൻ ഓഫ് കിയാസ്മേറ്റ് ആണ്. അപ്പോൾ ഒന്ന് എവിടെ എന്താണ്? ഫോർമേഷൻ ഓഫ് കിയാസ്മ ആണെങ്കിൽ ടെർമിനലൈസേഷൻ ആണ് എവിടെ നടക്കുന്നത്? ഡയാകൈനസിസിൽ നടക്കുന്നത്. അടുത്തത്, വാട്ട് ഈസ് ക്വിസൻ സ്റ്റേജ് അല്ലെങ്കിൽ G0? വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ് ടേക്ക് പ്ലേസ് ഇൻ എസ് ഫേസ്? മക്കളെ എപ്പോഴും ചോദിക്കുന്നതാണ്, ഇത് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ക്വിസൻ ഫേസ് അല്ലെങ്കിൽ G0 ഫേസ്? സെൽസ് ഇൻ ദ സ്റ്റേജ് റിമെയിൻ മെറ്റബോളിക്കലി ആക്ടിവിറ്റി ബട്ട് നോ ലോങ്ങർ ഡിവിഷൻ. ആക്റ്റീവാണ് ബട്ട് ഡിവിഷൻ നടക്കാത്ത ഫേസ് ആണെന്ത്? G0 ഫേസ് എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് DNA സിന്തസിസിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ നിങ്ങൾക്ക് കാണാം എസ് ഫേസിൽ DNA സിന്തസിസ് അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ നടക്കുന്ന ഫേസ് ആണെന്ത്? എസ് ഫേസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത്. അപ്പം നോട്ട് ചെയ്ത് വെക്കാം. റൈറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മെറ്റാഫേസ് സ്റ്റേജ് ആൻഡ് അനാഫേസ് സ്റ്റേജ് ഓഫ് മൈറ്റോസിസ്. മെറ്റാഫേസും അനാഫേസിനും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിച്ചു. 2 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ നിങ്ങൾ എഴുതും? ഒന്ന്, സെൽസ് ഇൻ ദ സ്റ്റേജ് റിമെയിൻസ് മെറ്റബോളിക്കലി ആക്റ്റീവ്. മെറ്റഫേസ് അത് മറ്റേ ക്വസ്റ്റ്യനാണ്. നോക്കട്ടെ, മെറ്റാഫേസും അതുപോലെ തന്നെ അനാഫേസും. മെറ്റാഫേസിൽ എന്താ നടക്കുന്നത്? മെറ്റാഫേസിൽ നമ്മൾ പറഞ്ഞിരുന്നു ക്രോമസോംസ് ആർ aligned at the equatorial plane അല്ലേ. ഇക്വറ്റോറിയൽ പ്ലെയിനിൽ അലൈൻ ചെയ്ത് നിൽക്കുന്നതാണ് എന്ത്? ക്രോമസോംസ്. മെറ്റാഫേസിൽ. അനാഫേസിലോ ക്രോമസോംസ് ആർ
attracted to opposite poles. ക്രോമസോമിലെ ക്രൊമാറ്റിഡുകൾ എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് പോളിലേക്ക് എന്ത് ചെയ്യുന്നു? അതിനെ വലിച്ചു കൊണ്ടുപോകുന്നു. ആൻഡ് ഇവിടെ തന്നെ സ്പിൻഡിൽ ഫൈബേഴ്സ് ഇതിനെ കൈനറ്റോകോറിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് കാണുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദി സെക്കൻഡ് ഫേസ്. ആൻഡ് ഇറ്റ് ഈസ് ദി തേർഡ് ഫേസ്. ഓക്കെ, അപ്പം മൈറ്റോസിൽ സെക്കൻഡ് ഫേസ് ആണ് മെറ്റാഫേസ്, തേർഡ് ഫേസ് ആണ് അനാഫേസ്. അപ്പോൾ രണ്ടിലും ഉണ്ടാകുന്ന ചേഞ്ചസും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി first stage of meiosis 1 and prophase 1 is given below, which is further subdivided into 5 phases. Write 5 phases of prophase 1 in correct sequential order. Identify the phase in which crossing over occur. അപ്പം ഇവിടെ ചോദിച്ചുള്ളത് മിയോസിസ് 1-ലെ പ്രോഫേസ് 1-ലെ ഫസ്റ്റ് സബ് സ്റ്റേജസ് എഴുതാനാണ്. ഏതൊക്കെയാണ്? ഓർഡർ ആയിട്ട് എഴുതണം. ഒന്നാമത്തേത് ലെപ്റ്റോട്ടിൻ, രണ്ടാമത്തേത് സൈഗോട്ടിൻ, പാക്കിറ്റിൻ, ഡിപ്ലോട്ടിൻ, ഡയാകൈനസിസ്. ഈ ഓർഡറിലാണ് പ്രോഫേസ് 1-ലെ സ്റ്റേജസ് നടക്കുന്നത്. അടുത്ത ചോദ്യം എന്താ? ക്രോസിംഗ് ഓവർ നടക്കുന്നത്. അതെപ്പോഴാണ്? പാക്കേറ്റിൻ സ്റ്റേജിലാണ് ക്രോസിംഗ് ഓവർ നടക്കുക. അത് നോട്ട് ചെയ്ത് വെക്കണേ. പാക്കേറ്റിൻ സ്റ്റേജിലാണ് പാക്കറ്റ് പോലെ ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ഇനി ഒബ്സർവ് ദ സെൽ സൈക്കിൾ. റൈറ്റ് ദ നെയിം ഓഫ് ഫേസ് മാർക്ക്ഡ് ആസ് എ ആൻഡ് ബി. G1 ഫേസ് കഴിഞ്ഞാൽ എസ് ഫേസ്, ബി എന്ന് പറയുന്നത് എന്താണ്? G2 ഫേസ്. റൈറ്റ് വൺ ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ് ഇൻ എ ആൻഡ് ബി. എസ് ഫേസിൽ എന്താ നടക്കുന്നത്? DNA സിന്തസിസ് അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ ആണ് നടക്കുന്നത് അല്ലേ. ആൻഡ് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നതാണ് നമ്മുടെ G2 ഫേസ്. പ്രിപ്പറേഷൻ ഫോർ മൈറ്റോസിസ് ആൻഡ് സെൽ ഗ്രോത്ത്. അവിടെ പ്രിപ്പറേഷൻ നടക്കുന്ന ഒരു ഫേസാണ് അടുത്ത സെൽ ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത ഫേസ് ഇതാ വീണ്ടും ഒരു ഫേസ് തന്നിട്ട് ചോദിക്കാം. ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ ആണിത്. ഈ തന്നിട്ടുള്ളതാണ് നമ്മുടെ മെറ്റാ ഫേസ് എന്ന് പറയുന്നത് അല്ലേ. അവിടെ എന്തൊക്കെയാണ് പ്രത്യേകത? സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ടു കൈനറ്റോകോർ ഓഫ് ക്രോമസോം. ക്രോമസോമിൻ്റെ കൈനറ്റോകോറിലേക്ക് സ്പിൻഡിൽ ഫൈബർ അറ്റാച്ച് ചെയ്യുന്നു. ആൻഡ് ദേ ആർ മൂവ് ടു സ്പിൻഡിൽ ഇക്വേറ്റർ ഗെറ്റ് അലൈൻഡ് അലോങ് മെറ്റാഫേസ് പ്ലേറ്റ്. ആ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ മെറ്റാഫേസ് പ്ലേറ്റിൽ എന്ത് ചെയ്യുന്നു? ക്രോമസോംസ് അലൈൻ ചെയ്ത് നിൽക്കുന്ന ഫേസാണ് ഈ ഒരു മെറ്റാഫേസ് എന്ന് പറയുന്നത്. അപ്പം മെറ്റാഫേസും അനാഫേസുമാണ് കൂടുതൽ ചോദിക്കുന്നത്. ചിലപ്പോൾ ഇപ്രാവശ്യം നിങ്ങളോട് ടീലോഫേസ് ചോദിക്കാം. ടീലോഫേസ് കണ്ടാൽ ഓർത്ത് വെക്കുക, ഒരു സെല്ലിൽ 2 ന്യൂക്ലിയസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് ടീലോഫേസ് സ്റ്റേജ് ആയിരിക്കും. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് നോട്ട് ചെയ്ത് വെക്കുക.